സർ, ഇന്ന് നമ്മുടെ രാജ്യത്ത് പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതായത് 8ഓളം ഭീകരന്മാരെ പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ അതിലെന്താണ് പ്രത്യേകത എന്ന് പലരും ചോദിക്കും. അതിൽ കാരണങ്ങളുണ്ട്. കാരണം 2 ദിവസം മുമ്പ് സ്കൂളുകളിൽ ഉൾപ്പെടെ ബോംബ് ഭീഷണി സന്ദേശം ഒക്കെ വന്നിരുന്നതാണ്. അതിനു മുമ്പ് റെഡ് ഫോർട്ട് ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു. അതിനു മുമ്പ് പെഹൽഗാം ഉണ്ടായിരുന്നു. ഈ പറയുന്ന വിഷയങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നേറ്റിവിറ്റി കാർഡ് കൊടുക്കാനുള്ള തത്രപ്പാടിലാണ്. ഇതുപോലെ തന്നെ ബംഗാളിലും ഇതിന് സമാനമായ രീതിയിലുള്ള പ്രവർത്തികളൊക്കെ മമതയും ചെയ്യുന്നുണ്ട്. ഇത് കണക്റ്റഡ് അല്ലേ? അതായത് ഇപ്പോൾ CAA ആണെങ്കിലും ഇതൊക്കെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പിടികൂടുന്നവരെ തന്നെയല്ലേ അതിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്? അതെ, തീർച്ചയായിട്ടും. ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നത് തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു മാന്യമായ രീതിയിൽ ഭീകരപ്രവർത്തനങ്ങളെ നേരിടാനായിട്ടുള്ള ഒരു മാർഗമാണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്. അതിലവർ പറയുന്നത്, ആ നിയമം പറയുന്നത്, പാകിസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നോ വരുന്ന അഭയാർത്ഥികളിൽ ഹിന്ദു, ദെൻ ക്രിസ്ത്യൻ, ദെൻ ജെയിൻസ്, ബുദ്ധിസ്റ്റ്, പാഴ്സീസ് അവർക്ക് ഇവിടെ വരാം. അതേസമയം മുസ്ലിംസിനെ അവർ സമ്മതിക്കുന്നില്ല. അത് കൊടുക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് വളരെയധികം സ്ക്രൂട്ടിനി കഴിഞ്ഞിട്ടേ കൊടുക്കുകയുള്ളൂ. അതിവിടെ അവർ ഈ നമ്മുടെ മാധ്യമങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മുഴുവനും ഡിസ്റ്റോർട്ട് ചെയ്തിട്ടാണ് ജനങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിച്ചത്. അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാനുള്ള പ്രധാന കാരണം ഇവിടുത്തെ റിലീജിയസ് ഡെമോഗ്രഫി മെയിൻറ്റെയിൻ ചെയ്യണം, ഭീകരവാദ പ്രവർത്തനങ്ങൾ അവസാനിക്കണം എന്നുള്ളതാണ്. ആരാണ് ഭീകരവാദ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളത് നമുക്കറിയാം, വ്യക്തമായിട്ടറിയാം. ഈ പറഞ്ഞ ആരെയൊക്കെയാണ് അലൗ ചെയ്യുന്നത് അവരാരും ഭീകരപ്രവർത്തനം നടത്താറില്ല. അപ്പോൾ അത് നേരിടാൻ വേണ്ടിയിട്ടാണ് ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നത്. പിന്നെ ഭീകരവാദികൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അവർക്ക് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആർക്കെതിരായും പ്രവർത്തനം നടത്താം. അവരുടെ ഇഷ്ടത്തിന് അവർക്ക് സ്ട്രൈക്ക് ചെയ്യേണ്ടടുത്ത് സ്ട്രൈക്ക് ചെയ്യാം. ഉദാഹരണത്തിന് ഈ രാമജന്മഭൂമിയിൽ മറ്റൊരു തർക്ക മന്ദിരം ഉണ്ടായിരുന്നു. അത് പൊളിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടായത് ബോംബെയിലാണ്. ബോംബെയിൽ ഒരു സീരീസ് ഓഫ് ബോംബ് ബ്ലാസ്റ്റ് നടന്നു. 400-500 പേര് മരിച്ചിട്ടുണ്ട് അതിനകത്ത്. അതും കഴിഞ്ഞ് പിന്നെ നിരന്തരം ഇത് നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം വ്യക്തമായി, ഭീകരവാദികൾക്ക് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കയറി വന്ന് ആക്രമിക്കാവുന്ന ഒരു രാജ്യമാണ് ഭാരതം എന്നുള്ളത് വ്യക്തമായി. ഒരു സിറ്റിംഗ് ഡക്ക് എന്ന് പറയേ, ഇപ്പോൾ പാടത്ത് ഇരിക്കുന്ന ഒരു കൊക്കിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് വെടിവെച്ച് കൊല്ലാൻ ഭയങ്കര എളുപ്പമല്ലേ, അതങ്ങോട്ട് പറന്നു പോവില്ല എന്നുള്ളൊരു ഉറപ്പാണ്. അപ്പോൾ അതേപോലെയാണ് ഈ ഇന്ത്യയിലത്തെ സിവിലിയൻസിൻ്റെ കാര്യം. ഒരു സുരക്ഷിതത്വം നൽകാനായിട്ട് അക്കാലത്ത് ഭരിച്ചിരുന്ന ഗവൺമെൻറ്റിന് കഴിഞ്ഞിരുന്നില്ല. അതുമാത്രമോ, ഈ ഭീകരവാദികൾ എന്ന് പറഞ്ഞ് സംശയിച്ച് കസ്റ്റഡിയിലെടുക്കുന്നവരെ എന്താ പറയുന്നത്, വിട്ടയക്കാനായിട്ടുള്ള നിയമങ്ങൾ കോടതി എപ്പോഴും അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാടാണ് ഇന്ത്യയിലെ കോടതികൾ എടുത്തുകൊണ്ടിരുന്നത്. അതിന് തടയാൻ വേണ്ടിയിട്ടാണ് പോട്ട എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവന്നത്. പോട്ട അറിയോ? പ്രിവെൻഷൻ ഓഫ് ടെററിസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞു. അത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറഞ്ഞ് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും സമരം നടത്തിയവരാണ് നമ്മുടെ നാട്ടിലെ ലിബറൽ ഡെമോക്രാറ്റ് സെക്യുലറിസ്റ്റുകൾ. ഇന്ന മതക്കാരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടോ ഒന്നും പോട്ടായിൽ പറയണില്ല. അവർ പറയണ ഇങ്ങനെ ഇന്ന സാഹചര്യങ്ങളിൽ ഒരാളെ കണ്ടാൽ അറസ്റ്റ് ചെയ്യാം, കസ്റ്റഡിയിൽ എടുക്കാം എന്ന് മാത്രമേ ആ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അതിനെതിരായിട്ട് ഇവിടുത്തെ ആൾക്കാർ സമരം ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഭീകരവാദികളെ പലയിടത്തു നിന്നൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രജിത തന്നെ ചെയ്തില്ല, ഒരു കൊച്ചിൻ വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയ ഒരാളെ പോലീസ് പൊക്കിക്കൊണ്ടുപോയി. ഐ ബി അല്ല, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പൊക്കിക്കൊണ്ടുപോയി. അയാള് ജോസഫ് സാറിൻ്റെ കൈവെട്ടി കേസിലെ പ്രതിയാണ്. അയാൾ ഇത്രയും നാൾ ഒളിച്ച് താമസിച്ചു. അവിടെ നിൽക്കക്കള്ളി ഇല്ലാണ്ടായപ്പോഴാണ് ഇങ്ങോട്ട് ഓടിയത്. എനിക്ക് തോന്നുന്നു അയാളുടെ പാസ്പോർട്ട് അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടാവും. അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഇവിടെ വന്നേ പറ്റുള്ളൂ. അങ്ങനെയെങ്ങാണ്ട് വന്നതെന്ന് തോന്നുന്നു. ഇപ്പം ഏതായാലും പിടിച്ചോണ്ട് പോയി.
അതുപോലെ ഒരു മാസീവ് ഓപ്പറേഷൻ വഴി 2-3 വർഷം മുമ്പ് കുറേ PFI ആൾക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി, ഓർമ്മയുണ്ടോ? അവരൊക്കെ ഇപ്പോഴും ജയിലില്ല, ഇതുവരെ വന്നിട്ടില്ലല്ലോ. അവരിപ്പോഴും നല്ല ഗോതമ്പ് ഭക്ഷണവും ഒരു ഉണ്ടയും ഒക്കെ കഴിച്ച് കഴിയുന്നുണ്ട് തിഹാർ ജയിലിലോ അവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ അവർക്കൊരു, പക്ഷേ ഇതൊക്കെയാണ് അവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അവരെ തടയാനായിട്ടുള്ള ഇഫക്റ്റീവായിട്ടുള്ള മാർഗങ്ങളൊന്നുമില്ല. ഇപ്പോൾ കേരളത്തിനെ പറ്റി പറയണേ, കേരളം മറ്റൊരു കാശ്മീറായിട്ട് മാറിക്കഴിഞ്ഞിരിക്കണമെന്നാണ് പറയണത്. കേരളത്തിൽ പലയിടത്തും ഇസ്ലാമിക് തീവ്രവാദികൾ വന്ന് താമസിക്കുന്നുണ്ട്. അത് പല രൂപത്തിലാവാം. ഈ മറ്റേ കൂലിവേലയ്ക്ക് വരുന്ന ആൾക്കാരായിട്ടും കാഷ്വൽ ഹോട്ടലുകളിലെ പറോട്ട പരത്താൻ നിൽക്കണവരും ബംഗാളികളാണ് എന്ന പേരിൽ ഇവിടെ എത്തിയിരിക്കുന്ന ആൾക്കാരൊക്കെ അതിനകത്ത് പെട്ടതാണ്. അവർ വളരെ തന്ത്രപൂർവം ആണ് കേരളത്തിലെ ഭീകരവാദ പ്രവർത്തനം നടത്താത്തത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരിവിടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് അവരെ NIA വന്നിട്ട് അറസ്റ്റ് ചെയ്യുമെന്ന് അറിയാം അവർക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് ഒരു എന്താ പറയുക, ഒരു ഫേക്കേഡ് എന്നുള്ള രീതിയിൽ കേരളത്തിൽ അവർ വളരെ എന്താണ് സമാധാനപരമായിട്ട് കഴിഞ്ഞുകൂടുകയാണ്. എന്തെങ്കിലും ഭീകരവാദം പ്രവർത്തനം ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് ചെയ്യും. ഇപ്പോൾ ഇന്നോ ഒരു വാർത്ത കണ്ടു, തിരുപ്പൂരിൽ നിന്ന് 8 പേരെ കണ്ടിട്ട് പോലീസ് NIA ഡൽഹി പോലീസിൻ്റെ Q ബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ടെക്സ്റ്റൈൽ മില്ലുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ്. തിരുപ്പൂരിൽ 5 ലക്ഷം പേരെ കണ്ടുപറ്റിയ ഈ മീഡിയം ഇൻഡസ്ട്രീസിൽ, മീഡിയം ടെക്സ്റ്റൈൽ മില്ലുകളിൽ വർക്ക് ചെയ്യണം. ഇപ്പോൾ ഇവർക്ക് അവിടെ തൊഴിലാളികളെ കിട്ടാത്തത് കാരണം, തമിഴ്നാട്ടിൽ തൊഴിലാളികളെ കിട്ടാത്തത് കാരണം ഇവരെ ജോലി വെച്ചിരിക്കുന്നതാണ്. ഇവരെല്ലാവരും ബംഗ്ലാദേശുകാരാണ്. പറയണ ആസാമിന്നോ അല്ലെങ്കിൽ ബംഗാളിന്നോ, അത് പ്രത്യേകിച്ച് ബംഗാളിൽ മൂർഷിദാബാദിൽ നിന്നാന്ന് പറയും. ഇവർക്ക് തമിഴ്നാട്ടിൽ ഇവർ വരുമ്പോൾ ബംഗാളിൽ നിന്ന് ഇവർക്ക് കിട്ടിയ ആധാർ കാർഡും റേഷൻ കാർഡും വോട്ടേഴ്സ് ഐഡൻറ്റിറ്റി കാർഡും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇത് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന കാർഡാണ്. അപ്പോൾ അതും കൊണ്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത് മുഴുവനും. ഈ ഒരു കേരളത്തിൽ തന്നെ ഈ കോവിഡിൻ്റെ സമയത്ത് ഒരു പ്രശ്നമുണ്ടായി. അടുത്ത കാലത്ത് എറണാകുളം ജില്ലയ്ക്ക് സമീപമുള്ളൊരു പാമ്പാടി എന്നിട്ട് പറഞ്ഞ ഒരു പഞ്ചായത്തിൽ ഇവർ കുറേ പേര് ചേർന്ന് ബഹളം ഉണ്ടാക്കി. എന്തോ അവരെ നാട്ടിലേക്ക് തിരിച്ചയക്കണമെന്നോ അതോ അല്ല അവർക്ക് കൂടുതൽ അലവൻസ് കൊടുക്കണമെന്നോ ശമ്പളം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ അന്നത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് അയാൾ പറഞ്ഞ് 5000 പേരുണ്ട് ഈ പഞ്ചായത്തിനകത്ത്, എല്ലാവരുടെ കയ്യിൽ ഐഡൻറ്റിറ്റി കാർഡും പിന്നെ ആധാർ കാർഡും പിന്നെ വോട്ടേഴ്സ് ഐഡൻറ്റിറ്റി ഉണ്ട്. ഇങ്ങനെ അവർ മാനേജ് ചെയ്തു ഇത്. അവർ മുഴുവൻ ബംഗാളിൽ നിന്ന് വന്നേക്കുന്നവരാണ്, ബംഗാൾ ഗവൺമെൻറ് കൊടുത്തേക്കുന്നതാണ്. അവിടെ അവർക്ക് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടല്ലോ, ഈ ബംഗ്ലാദേശ് ഇൻഫിൽട്രേറ്റേഴ്സാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രധാന വോട്ട് ബാങ്ക്. അവിടെ കിട്ടും. അവിടെ അവർ നിയമം അനുശാസിക്കുന്ന രീതിയിലൊന്നുമല്ല ഭരണം നടത്തണം മുഴുവനും. ഇപ്പം എന്തുകൊണ്ടാണ് അവർ SIRനെ എതിർക്കണത്? എന്തുകൊണ്ടാണ്? അവിടെ ഈ ഒരു ഡീടോക്സിഫൈ ചെയ്യാൻ, സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രൽ റോളിൽ ഉള്ള യഥാർത്ഥ പേരുകളാണോ എന്ന് ചോദിച്ചിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് SIR നടത്തിയും ജനങ്ങളെ അവർ പരിശോധിക്കുകയും ചെയ്യുന്നത്, ഈ അവരുടെ അഡ്രസ്സും ഇതൊക്കെ ശരിയാണോ എന്നുള്ളത്. പണ്ട് മമതയ്ക്ക് ഹാലിളകിയത്. അതെ. ഇതിനു മുമ്പ് CPM ഭരിച്ചിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്നറിയില്ല. ഒരു ഉദയൻ നമ്പൂതിരി എന്ന് പറഞ്ഞ ഒരു പ്രവർത്തകനുണ്ടായിരുന്നു. അദ്ദേഹം ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് 10-30 വർഷം ഭരിച്ചതെന്നുള്ളതിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെ കന്നാലിയുടെ പേര് വരെ വോട്ടേഴ്സ് ലിസ്റ്റ് കയറ്റി അവർ. ഐ ആം നോട്ട് ജോക്കിങ്. ആ പുസ്തകത്തിനാണ്, ഐ ഫോർഗെറ്റ് ദ നെയിം, പുസ്തകത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞേ, ഉദയൻ നമ്പൂതിരി. ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഈ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകുക എന്ന് പറയുന്നത് ആശങ്കകൾ സൃഷ്ടിക്കുന്നതാണ്. ഒന്ന്, ഈ പൗരത്വം എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. പൗരത്വം നൽകുന്നത് കേന്ദ്ര ആഭ്യന്തര വകുപ്പാണ്. അതിന് സംസ്ഥാന ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ മറ്റേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ AKG സെൻറ്ററിൽ നിന്നോ അല്ല പൗരത്വം നൽകുന്നത്. അതിൽ കോൺഗ്രസിൻ്റെ ഇന്ദിരാഗാന്ധിയുടെ KPCC ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും അല്ല. പൗരത്വം നൽകേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് അപേക്ഷ കൊടുത്തിട്ടാണ് പൗരത്വം കിട്ടേണ്ടത്. ഇവിടെ ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഒരു പൗരത്വം നൽകുന്നതിൻ്റെ ഒരു ഭാഗമാണ്. എന്താവശ്യം എന്നുള്ളത് വ്യക്തമാക്കണില്ല.
ഇവിടെ വരുന്ന ഒരാൾ, അയാൾ ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ഒന്നാണ്, അയാളുടെ അച്ഛനും അമ്മയും കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വലിയ പാടില്ല. ഏതെങ്കിലും വില്ലേജ് ഓഫീസിൽ പോയി ക്ലർക്കിന് 10 രൂപ 15 രൂപ 100 രൂപ കൊടുത്താൽ മതി, കിട്ടും, സർട്ടിഫിക്കറ്റ് കിട്ടും. അത് വെച്ചിട്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ താമസിക്കാം, വസ്തു മേടിക്കാം. ഇതുപോലെ തന്നെയല്ലേ സാർ ഇപ്പോൾ ഒരു നിയമം രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്രം നടപ്പിലാക്കാൻ ഒരുങ്ങുമ്പോൾ സംസ്ഥാനം പറയുകയാണ് അതൊന്നും പറ്റൂല, ഇവിടെ ഇതൊന്നും പറ്റില്ല, ഞങ്ങൾ ഇവിടെ എങ്ങനെയും സംരക്ഷിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലുള്ള ഭീകരരെയൊക്കെ പിടികൂടുമ്പോൾ ഇതിനുകൂടി ഒരു ഉത്തരം പറയണമല്ലോ. കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ പൗരത്വം നൽകാൻ അധികാരമുള്ളൂ. അല്ലാത്ത ഈ കേന്ദ്ര ഗവൺമെന്റ് നൽകാത്ത പൗരത്വം ഉണ്ടെന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് ഇവിടെ വന്ന് താമസിക്കുന്നവരൊക്കെ കുറ്റവാളികളാണ്. അവർക്കെതിരെ ആക്ഷൻ എടുക്കാം. ഇവർ ചെയ്യുന്നത് ഇവർക്ക് അധികാരമില്ല. ഇവർ ജനങ്ങളിപ്പോൾ എത്ര പേര് ഭരണഘടനയെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്? എത്ര പേര് ഇന്ത്യൻ ഭരണഘടന 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഭരണഘടനയുടെ ഒരു പുസ്തകം കിട്ടും, ബെയർ ആക്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം നമ്മുടെ ഈ പള്ളിയിലച്ചന്മാർ മതപ്രചരണം നടത്തണല്ലേ, മതം മാറ്റം നടത്തണല്ലേ പാസ്റ്റർമാർ. അപ്പം നിർബന്ധിത മതപരിവർത്തനം നിരോധിച്ചുകൊണ്ട് നിയമം പാസ്സാക്കി കഴിഞ്ഞപ്പോൾ അവർ പറയണത് എന്താണെന്നറിയുമോ? ഇന്ത്യൻ ഭരണഘടനയിൽ ഉറപ്പ് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം, അത് ഇത് ലിബർട്ടി, ഇക്വാളിറ്റി, ഇതൊക്കെ വയലേറ്റ് ചെയ്യാണ്. എവിടെ വയലേറ്റ് ചെയ്യണു? എനിക്കിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എനിക്കിഷ്ടമുള്ള മതം പ്രചരിപ്പിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എനിക്കൊരാളെ പോയിട്ട് നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ അനുമതിയില്ല. അത് തെറ്റാണ്. അത് പ്രൊസലിറ്റൈസേഷൻ ഓർ ഇവാഞ്ചലൈസേഷൻ ബൈ ഫോഴ്സ്, അത് തെറ്റാണ്. പക്ഷെ അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റൂല. പോപ്പ് പറഞ്ഞിട്ടുണ്ട് അവരുടെ അടുത്ത്, ഇന്ത്യയെ മൊത്തം ഇവാഞ്ചലൈസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പോപ്പ്. ഈ പോപ്പ് അല്ലെങ്കിൽ ജോൺ പോൾ II, പോളിഷ്കാരൻ ഒരുത്തനുണ്ടായിരുന്നു, ജോസഫ് കരോൾ വോയിറ്റില എന്നിട്ട് പറഞ്ഞിട്ട്. അയാൾ വന്നപ്പോഴാണ് പറഞ്ഞത് ഇവാഞ്ചലൈസ് ദ വേൾഡ്, ഇവാഞ്ചലൈസ് ഏഷ്യ, ഇവാഞ്ചലൈസ് ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1999 ഈ പോപ്പ് ഇവിടെ വന്നപ്പോൾ, ജോൺ പോൾ II ഇവിടെ വന്നപ്പോൾ അയാൾ അന്നും പറഞ്ഞത് തന്നെയാണ്, ഇന്ത്യൻ ഇവാഞ്ചലൈസ് ചെയ്യണമെന്ന്. അയാൾ ചൈനയിൽ പോയി പറയുമോ? സൗദി അറേബ്യയിൽ പോയി പറയുക? നല്ല കാര്യം കോയന്മാർ നല്ല പാഠം പഠിപ്പിച്ചു കൊടുക്കും. അവിടേക്ക് പോകില്ലല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആർക്ക് വേണമെങ്കിലും കയറി ഇറങ്ങാം. പണ്ടത്തെ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ പോസ്റ്റ് പോലെയാണ്, ആർക്ക് വേണമെങ്കിലും കയറി ഗോൾ അടിക്കാം ഇവിടെ നിയമം. അമേരിക്കയിൽ നമ്മൾ പറയുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങൾ ആണ് അമേരിക്ക. അമേരിക്കയിലെ നിയമമൊക്കെ എത്ര സ്ട്രിക്റ്റാണെന്നറിയാമോ? പ്രജിത ഇപ്പം അമേരിക്കയിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രജിത എവിടെ പോണു, ആരെയൊക്കെ മീറ്റ് ചെയ്യണം എന്നുള്ളത് അവർക്ക് അവരുടെ കമ്പ്യൂട്ടറിനകത്ത് അപ്പോൾ അവർക്ക് വിവരം കിട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ അത് ചെയ്യാൻ പറ്റുമോ? ഇവിടെ എന്തുണ്ടെങ്കിലും പറയാം, സ്വകാര്യതയിലേക്കുള്ള കടന്നുവരിക. എന്ത് സ്വകാര്യത? മാനവമര്യാദയായിട്ട് ജീവിക്കണവർക്ക്, നിയമപ്രകാരം ജീവിക്കണവർക്ക് ജനങ്ങൾ ഗവൺമെൻറ്റിൽ നിന്നും മറ്റു വ്യക്തികളിൽ നിന്നും ഒളിക്കേണ്ട സ്വകാര്യതയുണ്ടോ? നമ്മുടെ കുടുംബത്തിലേക്കൊന്നും അവർ ഇവരന്വേഷിച്ചിട്ട് വരണില്ലല്ലോ. നമ്മുടെ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ ഫോളോ ചെയ്യാനുണ്ടാവും. അത് അമേരിക്കയിൽ വളരെ സ്ട്രിക്റ്റാണ്. ഈ എങ്ങും കിട്ടാത്ത സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് കിട്ടുന്നത് കൊണ്ടല്ലേ ഇത്? ഇവിടെ എന്ത് നടക്കുന്നത്? ഇന്ത്യ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ പ്രതിപക്ഷ നേതാവാണെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയിൽ വന്ന് കിടക്കുക, തിന്നുക, ഉറങ്ങുക, ഇതെല്ലാം ചെയ്തിട്ട് വിദേശത്ത് പോയിട്ട് നമ്മുടെ രാജ്യത്തെ കുറ്റം പറയും. അതെ, അയാൾ ചെയ്യണത് എന്താണെന്നറിയില്ല. അയാൾക്ക് ഇവിടെ പണ്ട് SPG കമാൻഡോസ് ഉണ്ടായിരുന്നു, ഇപ്പൊ CRPFന്റെ കമാൻഡോസ് ആണ്. ഇവർക്ക് എവിടെ വരെ പോകാൻ പറ്റുമെന്ന് അറിയാമോ? അയാൾ വിദേശത്തേക്ക് പോകുമ്പോൾ ഡൽഹി വിമാനത്താവളം വരെ പോകാൻ പറ്റും. വിമാനത്തിൽ കയറാൻ അധികാരമില്ല അവർക്ക്. വിമാനത്തിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിൻ്റെ, നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം നോക്കണ ഇറ്റാലിയൻ മാഫിയയാണ്. അവരവിടെ പോയി കഴിഞ്ഞാൽ ഇറ്റാലിയൻ മാഫിയ നോക്കണത്. ഇന്നവരെ അവരുടെ യാത്രാ വിവരങ്ങൾ അവർ പുറത്ത് പറയാറുണ്ടോ? നമ്മുടെ പ്രധാനമന്ത്രി എവിടെ പോയി കഴിയുമ്പോഴും, നമ്മുടെ കേന്ദ്രമന്ത്രിമാർ ഓരോ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴും എല്ലാവർക്കും അറിയാം അവരെവിടെയാണ് പോണേ, എന്തിനാണ് പോണേന്നുള്ളത് അറിയാം. ഇവർക്ക് പറയാൻ പറ്റുമോ? ഈ സ്ത്രീ ആശുപത്രിയിൽ പോകാറുണ്ടായിരുന്നു പണ്ട് അമേരിക്കയിൽ, എവിടെയാണ് ചികിത്സയ്ക്കൊക്കെ. ഇവരുടെ സൂക്കേട് എന്താണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. എന്താ പറയാൻ വയ്യാത്ത സൂക്കേടാണ്. അപ്പോൾ അത് പോട്ടെ, ഈ നേറ്റിവിറ്റി കാർഡ് എന്ന് പറയുന്നത് തട്ടിപ്പാണ്.
അത് ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഇസ്ലാമിക് തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ മമതയും പിണറായിയും ചെയ്യുന്നത് ഒന്നല്ലേ സർ? തീർച്ചയായിട്ടും. പണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ കാളേനെയും പശുവിനെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ എടുത്തുവരുന്നു പേര്. ഇപ്പം അതിന് പകരം ഇവിടെ വരുന്നവർ മമതാ ബാനർജി ഹോൾസെയിൽ ഇതാണ് ട്രേഡിംഗ് ആണ് നടത്തുന്നത്. ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഇൻഫിൽട്രേറ്റേഴ്സിന് ഇത് എന്താ പറയുന്നത്, അവർക്ക് നിയമസാധുത നൽകിക്കൊണ്ട് ഇവിടെ കേരള ഗവൺമെൻറ് അതാണ് ചെയ്യണത്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും ഉണ്ട്. അത് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് റദ്ദാക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. നാളെ നമ്മുടെ പ്രതിനിധിയായിട്ട് ജനങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്ന തീവ്രവാദികളാണോ, ജയ്ഷെ മുഹമ്മദിൻ്റെ ലഷ്കർ എ തയ്യബയുടെ ആൾക്കാരാണ്? ഇവിടെ ഒരുപക്ഷെ ഇന്ത്യയിലെ ഈ ഭീകരവാദികൾ നടത്തുന്ന ടെലിവിഷൻ ചാനലും ഭീകരവാദികൾ നടത്തുന്ന പത്രങ്ങളും പരസ്യമായിട്ട് അച്ചടിച്ച് വിതരണം ചെയ്യണ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. വളരെ ആശങ്കകൾ സൃഷ്ടിക്കുന്ന ഒരു നീക്കമാണ് ഈ നേറ്റിവിറ്റി ആക്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പതിവ് പോലെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നും ചെയ്യണ്ട, നമ്മുടെ ആ ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഉണ്ടല്ലോ, IND എന്ന് കാണുന്ന ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ പ്രൊഫൈൽ ഓപ്പണായി വരും. അവിടെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് അമർത്തുക, ഇപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണും ഒന്ന് അമർത്തുക. അങ്ങനെ ഞങ്ങളെ സഹായിക്കുക.